പാർട്ടികളിൽ സ്റ്റാർ ആവാൻ പറ്റിയ ഒരു സൂപ്പർ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ബ്രെഡും ബിസ്ക്കറ്റും കോഫി പൗഡറും വിപ്പിംഗ് ക്രീമും എല്ലാം യൂസ് ചെയ്ത് എങ്ങനെയാണ് ഈ പുഡിംഗ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. ഇതിവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇടുക. അതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കോഫിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ വരെ ഇടാവുന്നതാണ്. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേക്ക് റെസിപ്പികൾ ചെയ്യുന്നത് പോലെ നന്നായി സ്റ്റിഫ് പീക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. പുഡിങ്ങിന് അത്യാവശ്യം ഒന്ന് സ്റ്റിഫായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. ഞാനിവിടെ 50 ഗ്രാം ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മധുരത്തിന് ആവശ്യമായ ഷുഗർ പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. എനിക്കിവിടെ മധുരമുള്ള വിപ്പിംഗ് ക്രീം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയ്ക്ക് ഫ്ലഫി ആയാൽ മതിയാവും. ഇനി നമുക്കൊരു ട്രേ എടുക്കാം. ഏത് ട്രേ ആണോ നിങ്ങൾ എടുക്കുന്നത് അത് റെഡിയാക്കി വെക്കുക. അതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ആണ് ഫസ്റ്റ് ലെയറായിട്ട് ചേർക്കുന്നത്. നമ്മുടെ കാരമൽ സിറപ്പ് കോഫി മിക്സ്ചറിലേക്ക് ഓരോ ബിസ്ക്കറ്റും ഡിപ്പ് ചെയ്ത് ഇതുപോലെ നിരത്തി കൊടുക്കാം. ഞാനിവിടെ മാരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നാലും മാരി ബിസ്ക്കറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നന്നായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡുകളെല്ലാം ബിസ്ക്കറ്റ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. ബിസ്ക്കറ്റ് ഇതുപോലെ പൊട്ടിച്ച് എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്ത് കൊടുക്കാം. എത്ര ബിസ്ക്കറ്റ് എടുക്കണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും എടുക്കുന്ന ട്രേയുടെ അളവിനനുസരിച്ചായിരിക്കും ബിസ്ക്കറ്റിൻ്റെ എണ്ണം വരുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മുടെ ആ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ സിറപ്പ് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് 4 ഗ്രാം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലറ്റിനോ നമുക്ക് യൂസ് ചെയ്യാം. അതും അത്യാവശ്യമൊന്നുമില്ല, ചെയ്യുന്നത് നല്ലതാണ്. കുറച്ചൊന്ന് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയാണിത്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ലെയറിലേക്ക് വിപ്പിംഗ് ക്രീം നിരത്തി കൊടുക്കാം. ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ച് ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായി നിരത്തി കൊടുക്കാം. ഇതൊരു ലെയേർഡ് പുഡിംഗ് ആണ്. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ബിസ്ക്കറ്റ്. ഇനി അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അരികെല്ലാം കളഞ്ഞ് ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് പീസസും നമുക്ക് ഈ സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്ത് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഓരോ ബ്രെഡ് പീസസും വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഗ്യാപ്പ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ബ്രെഡ് നന്നായി സിറപ്പ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ഇവിടെ ബ്രെഡെല്ലാം നിരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ വിപ്പിംഗ് ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് പീൽസ് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ചോക്ലേറ്റ് പീൽസും
പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി അതുകൊണ്ട് റോസറ്റ ഫ്ലവറോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചെറി വെച്ച് അലങ്കരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ പുഡിംഗ് ആണ് കേട്ടോ ഇത്. നമുക്ക് ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ എഡിബിൾ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സൂപ്പർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ബിസ്ക്കറ്റും ബ്രെഡും ഓരോ ലെയറായി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡാണെന്നോ ബിസ്ക്കറ്റാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാവില്ല. എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.